ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപഭോക്താവാണ് നാം എല്ലാവരും. എന്നാൽ വിൽപ്പനക്കാരന്റെ റോളിലെത്തുമ്പോൾ നമ്മളിൽ പലരും ഇക്കാര്യം മറന്നുപോകുന്നു. ഉപഭോക്താക്കൾ കബളിക്കപ്പെടുകയും ചെയ്യുന്നു. തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കൾ ബോധവാന്മാരായിരിക്കുക എന്നത് ഈ സ്ഥിതിയിൽ വലിയ മാറ്റം വരുത്തും. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയാവുന്നതോടെ എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായിരിക്കുമെന്നും വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും കെ മുരളീധരൻ MLA. സാമുദായിക നേതാക്കന്മാരോട് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസിന്റെ നയമല്ലെന്നും മുരളീധരൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാൻ INL സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം. സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള മുൻ തീരുമാനത്തിൽ നിന്നും പിന്മാറതായും INL. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 7 മണ്ഡലങ്ങളിൽ മത്സരിക്കും. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഇനിയും മുന്നോട്ട് പോവേണ്ടതുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്. ലോകത്തെമ്പാടും വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ കേരളത്തിലും നടപ്പിലാക്കണമെന്നും അതാണ് UDF സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. കോൺഫെഡറേഷൻ ഓഫ് കേരള കോളേജ് ടീച്ചേഴ്സിന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് കേരള കോളേജ് ടീച്ചേഴ്സിന്റെ 4ാമത് സംസ്ഥാന സമ്മേളനം MSS ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സമ്മേളനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ് ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനം ഇനിയും മുമ്പോട്ട് പോവേണ്ടതായുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകത്തെമ്പാടും നടക്കുന്ന വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ കേരളത്തിലും നടപ്പിലാക്കണം. വിദ്യാർത്ഥികൾ അവർ തെരഞ്ഞെടുക്കുന്ന മേഖലകളിൽ അവരുടെ അഭിരുചിക്കനുസരിച്ച് പഠിക്കാനുള്ള അവസരവും ഇവിടെ ഉണ്ടാവണമെന്നും അതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ഇനിയും ഒട്ടേറെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ സംസ്ഥാനം പോയ കാലങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കാര്യമായ ഊന്നൽ നൽകിയിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പരിപാടിയിൽ CKCT പ്രസിഡന്റ് പ്രൊഫസർ മെഹമൂദ് പാമ്പള്ളി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ MK രാഘവൻ MP CKCT ആരംഭിച്ച ഗവേഷണ ജേണൽ ഇജാറിന്റെ 4ാം പതിപ്പ് പ്രകാശനം ചെയ്തു. IUML ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല, പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ PMA സലാം, പ്രൊഫസർ KK അഷ്റഫ്, ഡോക്ടർ അൻവർ മെഹബൂബ്, പ്രൊഫസർ CH അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ സെമിനാറും നടക്കുന്നുണ്ട്. കേരള സഹകരണ ഫെഡറേഷൻ സംസ്ഥാന സഹകരണ കൺവെൻഷൻ സിറ്റി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. കൺവെൻഷൻ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് മെമ്പർ CP ജോൺ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സഹകാരികളെ സംഘടിപ്പിച്ചുകൊണ്ട് കേരള സഹകരണ ഫെഡറേഷൻ സംസ്ഥാന സഹകരണ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചാലപ്പുറം സിറ്റി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് മെമ്പർ CP ജോൺ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയിലെ പ്രവർത്തനങ്ങളിലൂടെ സഹകാരികൾക്കും പ്രസ്ഥാനങ്ങൾക്കും ജീവനക്കാർക്കും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും സഹകരണ സംഘ രംഗത്തെ അല്ലെങ്കിൽ സഹകരണ മേഖലയിലുള്ള ഒരു ആക്ഷൻ ഗ്രൂപ്പ് ആണ് ഇവിടെ രൂപീകരിക്കപ്പെടുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. സഹകരണ മേഖലയിലുള്ള പ്രശ്നങ്ങൾ അതിന്റെ ഗൗരവത്തിൽ ആഴത്തിൽ പഠിച്ചുകൊണ്ട് സഹകാരികൾക്കും സഹകരണ പ്രസ്ഥാനത്തിനും സഹകരണ ജീവനക്കാർക്കും ഞാൻ അതുകൂടെ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ എല്ലാം പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ് നമ്മൾ ആലോചിക്കുന്നത്. യോഗത്തിൽ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് AK ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. രാമനാട്ടുകര എഡ്യൂക്കേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് G നാരായണൻകുട്ടി, കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ, CA അജീർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സഹകരണ മാനേജ്മെന്റും നിയമവും എന്ന വിഷയത്തിൽ സെമിനാറും ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട്, ആദായ നികുതി തുടങ്ങി സഹകരണ മേഖലയ്ക്ക് ഭീഷണി ഉയർത്തുന്ന പല പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ചയും നടന്നു.
ഉപഭോക്താക്കളുടെ പ്രതികരണശേഷി കുറയുന്നതാണ് ചൂഷണങ്ങൾക്ക് കാരണമെന്ന് കെ മുരളീധരൻ MLA. ലോക ഉപഭോക്തൃ ദിനത്തിന്റെ ഭാഗമായി കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സംസ്ഥാനതല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോക ഉപഭോക്തൃ ദിനത്തിന്റെ ഭാഗമായി കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല കൺവെൻഷൻ നടന്നു. കോഴിക്കോട് പോലീസ് ക്ലബ് ഹാളിൽ നടന്ന കൺവെൻഷൻ കെ മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താക്കളുടെ പ്രതികരണശേഷി കുറയുന്നതാണ് ചൂഷണങ്ങൾക്ക് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഉപഭോക്താവിന്റെ അവകാശങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ധാരണയില്ല. ഗൾഫ് ജോലികൾക്കായി ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളാണ് തട്ടിപ്പിന് മുൻപിൽ. ഇത് നിയന്ത്രിക്കേണ്ടവർ കൃത്യമായി അന്വേഷണം നടത്താത്തത് തട്ടിപ്പ് വർദ്ധിക്കാൻ കാരണമാവുന്നതായും അദ്ദേഹം പറഞ്ഞു. വർഷത്തിൽ 3 ദിവസം ഉറക്കുന്ന പോലെ ക്യാൻസർ രോഗികളെയും എയ്ഡ്സ് രോഗികളെയും ദിനങ്ങൾ കണക്കാക്കുന്നത് പോലെ ഒരു ഉപഭോക്തൃ ദിനം എന്ന് പറഞ്ഞ് വെറുതെ ആചരിച്ചിട്ട് കാര്യമില്ല. ഒരു ഉപഭോക്താവ് ചൂഷണം ചെയ്യാത്ത ഒരു ദിവസം കേരളത്തിൽ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ഫീൽഡിലെങ്കിലും ഒരു ഉപഭോക്താവ് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ചൂഷണം ചെയ്യുന്ന ഉപഭോക്താവിനോട് പ്രതികരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. പരിപാടിയിൽ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള ജില്ലാ പ്രസിഡന്റ് AC മോഹൻ അധ്യക്ഷത വഹിച്ചു. തിരിച്ചറിയൽ കാർഡുകളുടെ വിതരണം സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് നിർവഹിച്ചു. C കരുണാകരൻ നായർ, അഡ്വക്കേറ്റ് ഷെരീഫ് ഉള്ളത്ത്, UV ദിനേശ് മണി, KP പ്രേമരാജൻ, പ്രഭാകരൻ കോറോത്ത് എന്നിവർ സംബന്ധിച്ചു. ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി ജിൻഷ മോഹൻ ചേരും. ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകൾ. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാനത്തെ 7 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 2 മണ്ഡലങ്ങളിൽ പൊതു സ്വതന്ത്രരെ ഞായറാഴ്ച പ്രഖ്യാപിക്കും. ഇടതുപക്ഷ ഐക്യമുന്നണിയുടെ ഭാഗമാണ് RMP. വിവിധ ഇടതു സംഘടനകളുടെ കൂട്ടായ്മയായി ഈയിടെ രൂപം കൊണ്ടതാണ് ഇടതുപക്ഷ ഐക്യമുന്നണി. മലപ്പുറവും വയനാട് ഒഴികെയുള്ള മുഴുവൻ മണ്ഡലങ്ങളിലും മുന്നണി സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട്. ഇതിൽ RMPക്ക് അനുവദിച്ച മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ശനിയാഴ്ച പ്രഖ്യാപിച്ചത്. കാസർകോട്ട് എൻഡോസൾഫാൻ സമരസമിതി നേതാവ് KK അശോകനും കണ്ണൂരിൽ NGO യൂണിയൻ മുൻ നേതാവ് PP മോഹനനും ജനവിധി തേടും. വടകരയിൽ അഡ്വക്കേറ്റ് P കുമാരൻകുട്ടിയാണ് സ്ഥാനാർത്ഥി. കോഴിക്കോട്ട് അഡ്വക്കേറ്റ് NP പ്രതാപ് കുമാർ മത്സരിക്കും. ആലത്തൂരിൽ ആൽബിൻ AU, തൃശൂരിൽ TL സന്തോഷ്, ആറ്റിങ്ങലിൽ S സുശീലൻ എന്നിവരും ജനവിധി തേടും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒന്ന് TP വധം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. അതൊരു ഏതെങ്കിലും ഒരു വ്യക്തിയെ മറ്റൊരാൾ കൊന്നു എന്നൊരു വിൽക്കാണ്ട് രാഷ്ട്രീയ കൊലപാതകമാണ് TPയുടേത്. അതുകൊണ്ട് ആ രാഷ്ട്രീയത്തെ എതിർക്കാൻ വളരെ സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് ഉപയോഗപ്പെടുത്തേണ്ടി വരും. കാരണം CPIMനുള്ളിലെ ജീർണതക്കെതിരായുള്ള പോരാട്ടത്തിന്റെ രക്തസാക്ഷിയാണ് TP ചന്ദ്രശേഖരൻ. അപ്പോൾ ആ ജീർണതക്കെതിരായുള്ള പോരാട്ടം തുടരുക എന്നതാണ് ചന്ദ്രശേഖരൻ മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത്. അതായിരിക്കും RMPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം. 2, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചെയ്യുന്ന ജനവിരുദ്ധമായ നിലപാടുകൾക്കെതിരെ ഉള്ള പോരാട്ടവും അതിന്റെ ക്യാമ്പയിനുകളും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും. പാലക്കാട്, പൊന്നാനി മണ്ഡലങ്ങളിൽ പാർട്ടി പൊതു സ്വതന്ത്രനെയാണ് പിന്തുണക്കുന്നത്. ഇവരുടെ പേരുകൾ ഞായറാഴ്ച പ്രഖ്യാപിക്കും. RMP ചെയർമാൻ TL സന്തോഷ്, ജനറൽ സെക്രട്ടറി N വേണു, KK രമ, KS ഹരിഹരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാൻ INL സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. ഈ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള മുൻ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം INLന്റെ മുന്നണി പ്രവേശന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന LDF നേതാക്കളുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സ്വന്തമായി മത്സരിക്കാനുള്ള മുൻ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നതെന്ന് INL നേതാക്കൾ അറിയിച്ചു. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി വർഗീയതയ്ക്കെതിരെ ഇടതു മതേതര പക്ഷത്തു നിന്ന് പ്രവർത്തിക്കുകയാണ് INL. എന്നാൽ ഈ നിലപാട് അംഗീകരിക്കാൻ ഇടതുപക്ഷം തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ നേരത്തെ തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷം INLനെ മുന്നണിയിലെടുക്കാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും LDF കൺവീനർ വൈക്കം വിശ്വനും ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ഉറപ്പു ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് മുൻ തീരുമാനം മാറ്റി തെരഞ്ഞെടുപ്പിൽ LDFനെ പിന്തുണക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ AP അബ്ദുൽ വഹാബ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. INLന്റെ മുന്നണി പ്രവേശം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പരിഗണിക്കുമെന്ന് LDF നേതൃത്വം തന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തു നിന്നും UDFൽ കാലുറച്ച RSP നേതാക്കൾക്ക് DCC ഓഫീസിൽ സ്വീകരണം. RSP ജില്ലാ സെക്രട്ടറി KP രാജൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ KP ബാബു എന്നിവരാണ് DCC സന്ദർശിക്കാനെത്തിയത്. DCC പ്രസിഡന്റ് KC അബു ഷാൾ അണിയിച്ച് നേതാക്കളെ സ്വീകരിച്ചു. ഇടതുപക്ഷത്തു നിന്നും UDFൽ സീറ്റുറപ്പിച്ച RSPയുടെ ജില്ലാ നേതാക്കൾ DCC ഓഫീസ് സന്ദർശിച്ചു. RSP ജില്ലാ സെക്രട്ടറി KP രാജൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ KP ബാബു എന്നിവരാണ് UDF ലയനത്തിനു ശേഷം DCC ഓഫീസിലെത്തിയത്. അറിയിപ്പൊന്നും നൽകാതെ അവിചാരിതമായിട്ടായിരുന്നു ഇരുവരുടെയും സന്ദർശനം. DCC പ്രസിഡന്റ് KC അബു ഷാൾ അണിയിച്ച് നേതാക്കളെ സ്വീകരിച്ചു. തുടർന്ന് ഇരു പാർട്ടി നേതാക്കളും കൈകൊടുക്കുകയും ആലിംഗനം ചെയ്ത് സന്തോഷം പങ്കിടുകയും ചെയ്തു.
പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി UDF കരുത്താർജിച്ചതായി DCC പ്രസിഡന്റ് KC അബു പറഞ്ഞു. തെരഞ്ഞെടുപ്പിനെ പകർച്ചയോടെയാണ് LDF നോക്കിക്കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി കേരളത്തിൽ UDF കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ്. എന്നാൽ LDF ആകെ ഛിന്നഭിന്നമാകുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇലക്ഷൻ നേരിടുവാനുള്ള ഒരു പതർച്ചയോടുകൂടി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചത്. പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുക ഐക്യജനാധിപത്യ മുന്നണിയിലൂടെയാണെന്ന് KP രാജൻ പറഞ്ഞു. ഈ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുഴുവൻ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളും 14 ജില്ലാ സെക്രട്ടറിമാരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇങ്ങനെ ഒരു ധീരമായ നടപടിക്ക് തയ്യാറായത് ഇതിൽ ഞങ്ങൾ സന്തോഷമേ. കാരണം പാർട്ടിയെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന കാലഘട്ടങ്ങളിലാണ്. തുടർന്ന് DCC ഓഫീസിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച നടന്നു. KPCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ജയൻ, പ്രവീൺ കുമാർ, ACC അംഗം PV ഗംഗാധരൻ, UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് P ശങ്കരൻ, കൌൺസിലർമാരായ K ബാലഗോപാലൻ, സത്യഭാമ, MT പത്മ, DCC അംഗങ്ങളായ P മൊയ്തീൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് ധർമ്മരത്നം, K സുബ്രഹ്മണ്യൻ, KM ഉമ്മർ, PK മാമുക്കോയ, KC ബാലകൃഷ്ണൻ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇരു പാർട്ടികളും ഒറ്റക്കെട്ടായി നിന്ന് UDFനെ ശക്തിപ്പെടുത്തുമെന്ന് പരസ്പരം വാക്കുകൊടുത്താണ് RSP നേതാക്കൾ DCCയിൽ നിന്നും ഇറങ്ങിയത്. വാർത്തകളിൽ ഒരിടവേള. Galaxy made of ABS material. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂളറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയാവുന്നതോടെ എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുമെന്നും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും K മുരളീധരൻ MLA. സാമുദായിക നേതാക്കന്മാർ എന്തെല്ലാം പറഞ്ഞാലും മറുപടി പറയാൻ താനില്ല. സാമുദായിക നേതാക്കന്മാരോട് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസിന്റെ നയമല്ലെന്നും മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു. ഏതായാലും UDFലെ യാതൊരു തരത്തിലുള്ള തർക്കങ്ങളും ഞങ്ങളുടെ വിജയത്തിനെ ബാധിക്കില്ല. ഞങ്ങൾക്ക് 20 സീറ്റുകളിൽ ഇത്തവണ വിജയ പ്രതീക്ഷയുണ്ട്. നിയമസഭാ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ കൂടുതൽ ഘടകകക്ഷികൾ LDFിൽ നിന്നും പുറത്തു വരും. UDFലെ യാതൊരുവിധ തർക്കങ്ങളും തെരഞ്ഞെടുപ്പ് വിജയത്തിന് തടസ്സമാവില്ല. 20 സീറ്റുകളിൽ വിജയിക്കും. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ LDFിൽ നിന്നും കൂടുതൽ ഘടകകക്ഷികൾ പുറത്തേക്ക് പോകുമെന്നും മുരളീധരൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കോഴിക്കോട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ ഔദ്യോഗിക പ്രചരണം തുടങ്ങി. വെള്ളിയാഴ്ച കോഴിക്കോട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു വിജയരാഘവന്റെ പര്യടനം. കോൺവെന്റുകളിലും തെരുവീഥികളിലും സ്കൂളുകളിലും കോളേജുകളിലുമെല്ലാം അദ്ദേഹം സന്ദർശിച്ചു. വെള്ളിയാഴ്ച കോഴിക്കോട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു വിജയരാഘവന്റെ പര്യടനം. കോൺവെന്റുകളിലും തെരുവീഥികളിലും സ്കൂളുകളിലും കോളേജുകളിലും ജനം വിജയരാഘവനെ നിറമനസോടെ സ്വീകരിച്ചു. രാവിലെ എരഞ്ഞിപ്പാലം കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂളിൽ ആദ്യ പരിപാടിക്ക് തുടക്കമായി. തുടർന്ന് സെന്റ് വിൻസെന്റ് കോൺവെന്റ്, കോളനി, ആശുപത്രികൾ, കല്ലായിപ്പുഴ സംരക്ഷണ സമിതിയുടെ പരിപാടി, ഈസ്റ്റ് ഹിൽ എന്നിവിടങ്ങളിൽ വിജയരാഘവൻ പര്യടനം നടത്തി. നഗരത്തിലെ വിവിധ മേഖലകളിലെ പ്രമുഖരെയും വിജയരാഘവൻ സന്ദർശിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം A പ്രദീപ് കുമാർ MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M മെഹബൂബ്, ജില്ലാ കമ്മിറ്റി അംഗം PA മുഹമ്മദ് റിയാസ് എന്നിവരും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോഴിക്കോട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വയനാട് റോഡിൽ ഇംഗ്ലീഷ് പള്ളിക്ക് സമീപം ശനിയാഴ്ച പ്രവർത്തനം ആരംഭിച്ചു. വൈകിട്ട് AK ശശീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. LDF കോഴിക്കോട് ലോക്സഭാ നിയോജക മണ്ഡലം കൺവെൻഷൻ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് മുതലക്കുളം മൈതാനിയിൽ നടക്കും. NCP അഖിലേന്ത്യാ പ്രവർത്തക സമിതി അംഗം AK ശശീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. VV ദക്ഷിണാമൂർത്തി, ബിനോയ് വിശ്വം, അഡ്വക്കേറ്റ് MK പ്രേംനാഥ്, EPR വേശാല, നൈസ് മാത്യു എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും.
യുഡിഎഫിന്റെ കോഴിക്കോട് മണ്ഡലം സ്ഥാനാർത്ഥി എം.കെ. രാഘവൻ എംപിയുടെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. നാലരയുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്തിയ രാഘവനെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. കഴിഞ്ഞ തവണ നേടിയ വിജയം കൂടുതൽ തിളക്കത്തോടെ ആവർത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് എം.കെ. രാഘവൻ പറഞ്ഞു. വൈകിട്ട് 4 മണിയോടെയാണ് എം.കെ. രാഘവൻ കോഴിക്കോട്ടെത്തിയത്. ഉമ്മൻചാണ്ടിയെയും കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരനെയും സന്ദർശിച്ച ശേഷം എത്തിയ രാഘവന് ഡിസിസി ഓഫീസ് പരിസരത്ത് പ്രസിഡന്റ് കെ.സി. അബുവിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ സ്വീകരണമാണ് നൽകിയത്. യുഡിഎഫ് നേതാക്കളും ഡിസിസി ഓഫീസിൽ കാത്തുനിന്നു. അവിടെ നിന്നാണ് സാമൂതിരിയെ കാണാൻ പുറപ്പെട്ടത്. തുടർന്ന് തിരുവണ്ണൂരിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വീട്ടിലും കോഴിക്കോട് ഖാദി കെ.വി. ഇൻബിച്ച് അഹമ്മദ് കോയയെയും സന്ദർശിച്ചു. കോഴിക്കോട് നഗരത്തിൽ കിഡ്സൺ കോർണറിൽ മാതാ അമൃതാനന്ദമയിക്കെതിരായ പ്രചരണത്തിനെതിരെ കെ.ഡി.എസ് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിലും രാഘവൻ പങ്കെടുത്തു. ജ്ഞാനപീഠ ജേതാവ് എം.ടി. വാസുദേവൻ നായർ, ചരിത്രകാരൻ എം.ജി.എസ്. നാരായണൻ എന്നിവരെ സന്ദർശിച്ച ശേഷം വെള്ളിമാടുകുന്ന് അമൃതാനന്ദമയി മഠത്തിലും സന്ദർശനം നടത്തി. യുഡിഎഫിലെ പ്രമുഖ നേതാക്കളും അദ്ദേഹത്തെ അനുഗമിച്ചു. കഴിഞ്ഞ തവണ നേടിയ വിജയം കൂടുതൽ തിളക്കത്തോടെ ആവർത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് എം.കെ. രാഘവൻ പറഞ്ഞു. ഞാൻ ഫുള്ളി കോൺഫിഡന്റ് ആണ്. എന്ത് തന്നെ വെല്ലുവിളി ഉണ്ടെങ്കിലും ആ വെല്ലുവിളി അതിജീവിക്കാൻ വേണ്ടി യുഡിഎഫ് ഉണ്ട്, ജനങ്ങളുണ്ട്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയം ആവർത്തിക്കും എന്നാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. 25 മുതൽ ഏപ്രിൽ 7 വരെ പര്യടന പരിപാടികൾ നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. തിരഞ്ഞെടുപ്പ് വാർത്തകൾ കഴിഞ്ഞു. മറ്റു വാർത്തകളുമായി നൈനു. കേരള കൺസ്യൂമർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപഭോക്തൃ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മാവൂർ റോഡ് മൊഫിസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി സംഘടനാ രക്ഷാധികാരി അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദരരാജ് ഉദ്ഘാടനം ചെയ്തു. കേരള കൺസ്യൂമർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപഭോക്തൃ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മാവൂർ റോഡ് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് സംഘടിപ്പിച്ച ബോധവൽക്കരണത്തിൽ മായം കലർന്ന ഭക്ഷണ സാധനങ്ങളുടെ പ്രദർശനം, സെമിനാർ തുടങ്ങി വിവിധ പരിപാടികൾ നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം സംഘടനാ രക്ഷാധികാരി അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജ് നിർവഹിച്ചു. ലീഗൽ മെട്രോളജി ഡെപ്യൂട്ടി കൺട്രോളർ ശൈലേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി ശിവദാസ്, മറ്റ് ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കൂടാതെ കൺസ്യൂമർ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളായ സലാം വെള്ളയിൽ, എസ് ഉസ്മാൻ കോയ, റമീസ് അലി, ഇ മുരളി ലാലു സമ്പത്ത്, എസ് കെ കുഞ്ഞുമോൻ, എം എ റഹ്മാൻ, എം സെബാസ്റ്റ്യൻ എന്നിവർ സംബന്ധിച്ചു. 7ാം തരം പഠിക്കുന്നവരെ തെരഞ്ഞെടുത്ത് ഉന്നത കരിയർ മേഖലകളിലേക്ക് എത്തിക്കാൻ പുതിയ വിദ്യാഭ്യാസ പദ്ധതിക്ക് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ തുടക്കമാവുന്നു. ഫാറൂഖ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഫോസയുടെ ദുബായ് ഘടകമാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും 7ാം തരം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളെയാണ് ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഓരോ കുട്ടിയുടെയും അഭിരുചികളും കഴിവുകളും പരിഗണിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തുക. 8ാം തരം മുതൽ +2 തലം വരെയുള്ള 5 വർഷമാണ് പദ്ധതിയുടെ കാലാവധി. ഫാറൂഖ് കോളേജ് അനുബന്ധ സ്ഥാപനമായ ഫാറൂഖ് കോളേജ് ഹൈസ്കൂളിൽ 10ാം തരം വരെയും തുടർന്ന് അൽ ഫാറൂഖ് ഇംഗ്ലീഷ് സ്കൂളിൽ +2 തലം വരെയുമാണ് പഠന സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അക്കാദമിക പഠനത്തോടൊപ്പം ശാസ്ത്രീയമായി കരിയർ അഭിരുചി, താൽപര്യ, വ്യക്തിത്വ പരീക്ഷകൾ നടത്തി കൃത്യമായ കരിയർ ആസൂത്രണം നടത്തുക, സിവിൽ സർവീസ് അടക്കമുള്ള വിവിധ തൊഴിൽ മത്സര പരീക്ഷകൾക്ക് ഒരുക്കുക, ഓരോ വിദ്യാർത്ഥിയെയും അവരവരുടെ നിർണിത കരിയറിനനുസരിച്ച് ദേശീയ, അന്താരാഷ്ട്രീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളിലേക്ക് തയ്യാറെടുപ്പിക്കുക തുടങ്ങിയ കർമ്മ പദ്ധതികളാണ് ഈ പദ്ധതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഫാറൂഖ് കോളേജ് ക്യാമ്പസിൽ പൂർണ്ണമായും റെസിഡൻഷ്യൽ സൗകര്യത്തോടെയായിരിക്കും പദ്ധതി നടപ്പാക്കുകയെന്ന് ഫോസ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫോസയുടെ ദുബായ് ചെയർമാൻ മലയിൽ മുഹമ്മദ് അലി, ഫാറൂഖ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഇ.പി. ഇമ്പിച്ചിക്കോയ, ഫാറൂഖ് ഹൈസ്കൂൾ മാനേജർ കെ. കുഞ്ഞലവി, ഹൈസ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ എ. കുട്ടിയാലിക്കുട്ടി, പ്രോജക്ട് ആസൂത്രകരായ കരിയർ ഗുരുവിന്റെ ഡയറക്ടർ എം.എസ്. ജലീൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമിടിക്ക് അനഘ എസ്.യുടെ കവിതാ സമാഹാരം കാഴ്ചയ്ക്കപ്പുറം പ്രസിദ്ധീകരിച്ചു. പറമ്പിൽ കടവ് MAMUP സ്കൂളിലെ അനഘ കൃഷ്ണയുടെ കവിതകളാണ് പ്രകാശനം ചെയ്തത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കവി MN പാലൂർ ചലച്ചിത്ര പിന്നണി ഗായകൻ നിഷാദിന് നൽകി സമാഹാര പ്രകാശനം ചെയ്തു. കാഴ്ചകൾ കണ്ടു തുടങ്ങുന്ന പ്രായത്തിൽ വലിയ കാഴ്ചകളിലേക്ക് കൺതുറക്കുന്ന കരുത്തുറ്റ കവിതകളുമായി 6ാം ക്ലാസ്സുകാരി S.J. അനഘ കൃഷ്ണയുടെ 27 കവിതകൾ അടങ്ങുന്ന സമാഹാരം കാഴ്ചയ്ക്കപ്പുറം പുസ്തകം പ്രകാശനം ചെയ്തു. പറമ്പിൽക്കടവ് MAMUP സ്കൂളിലെ 6ാം തരം മലയാളം മീഡിയം വിദ്യാർത്ഥിനിയാണ് അനഘ കൃഷ്ണ. 3ാം തരം തൊട്ട് കവിത എഴുതി തുടങ്ങിയതാണ്. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കവി MN പാലൂര് ചലച്ചിത്ര പിന്നണി ഗായകൻ നിഷാദിന് നൽകി പ്രകാശനം ചെയ്തു. സയൻസൺ പുന്നശ്ശേരി പുസ്തകം പരിചയപ്പെടുത്തി. കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. മഞ്ജുള MN പാലൂരിനെ ആദരിച്ചു. പ്രധാനാധ്യാപകൻ KC ദേവാനന്ദൻ അധ്യക്ഷത വഹിച്ചു.
PTA പ്രസിഡന്റ് PP സന്തോഷ് കുമാർ, ജമുന ദേവി ടീച്ചർ എന്നിവർ സംസാരിച്ചു. അനഘ കൃഷ്ണ മറുപടി പ്രസംഗം നടത്തി. കവിതകൾ ഗായകൻ നിഷാദ് ആലപിച്ചു. P രജീഷ് കുമാർ സ്വാഗതവും CK വത്സരാജ് നന്ദിയും പറഞ്ഞു. പ്രശസ്ത സംഗീത സംവിധായകൻ G. ദേവരാജൻ മാസ്റ്ററുടെ അനുസ്മരണവും ഗാനാലാപന മത്സരവും നടന്നു. അദ്ദേഹത്തിന്റെ 8ാം ചരമദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടി ദേവരാജൻ മാസ്റ്ററുടെ ശിഷ്യൻ NP പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധ സംഗീത സംവിധായകൻ G. ദേവരാജൻ മാസ്റ്ററുടെ 8ാം ചരമദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ അനുസ്മരണവും കോഴിക്കോട് ജില്ലയിലെ മികച്ച ഗായകരെ കണ്ടെത്തുന്നതിനായി ഗാനാലാപന മത്സരവും നടന്നു. ചുങ്കം G. ദേവരാജൻ മാസ്റ്റർ മ്യൂസിക് അക്കാദമിയിൽ നടന്ന പരിപാടികൾ ദേവരാജൻ മാസ്റ്ററുടെ ശിഷ്യൻ NP പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര സംവിധായകൻ PK രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ 100ഓളം പേർ പങ്കെടുത്തു. പോൾ മാസ്റ്റർ, ഹരിപ്പാട് KPN പിള്ള, ചെങ്ങന്നൂർ ശ്രീകുമാർ, ചെന്നൈ ശ്രീധരൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. സംഗീതം, നൃത്തം, ചിത്രം തുടങ്ങിയവയിലേക്ക് വേനലവധി ക്യാമ്പിലേക്കുള്ള പ്രവേശനവും നടന്നു. വാർത്തകളിൽ ഒരിടവേള കൂടി. Galaxy made of ABS material. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദവിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് കണ്ടകുളം ക്രോസ് റോഡിലെ മാജിക് വേൾഡിൽ അവധിക്കാല മായാജാല പരിശീലനങ്ങൾക്ക് ഏപ്രിൽ ആദ്യവാരം തുടക്കമാകും. വിപുലവും പുതുമയാർന്നതുമായ പരിപാടികളാണ് മാജിക് വേൾഡിലെ മാജിക് ഉത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റെസിഡൻസ് അസോസിയേഷനുകളുടെയും കുട്ടികളുടെ സംഘടനകളുടെയും വിവിധ ക്ലബ്ബുകളുടെയും സഹകരണത്തോടെയാണ് കോഴിക്കോട് കണ്ടകുളം ക്രോസ് റോഡിലെ മാജിക് വേൾഡിൽ അവധിക്കാല മാജിക് ഉത്സവം സംഘടിപ്പിക്കുന്നത്. മനുഷ്യ സൗഹാർദ്ദവും പൗരബോധവും ഊട്ടിയുറപ്പിക്കുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വിവിധ പരിപാടികളാണ് മാജിക് ഉത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്കുള്ള ധനശേഖരണാർത്ഥം കുറഞ്ഞ നിരക്കിൽ മാജിക് ഷോ, ചാരിറ്റി ഷോ, കുട്ടികൾക്കും രോഗികൾക്കും നിരാലംബർക്കും ആശ്വാസമാകുന്ന വിസ്മയ സാന്ത്വനം തുടങ്ങിയ പദ്ധതികളും അവധിക്കാലത്തേക്കായി ആവിഷ്കരിച്ചതായി മാന്ത്രികൻ പ്രദീപ് ഗുഡിനോ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതോടൊപ്പം അവധിക്കാലത്ത് മാജിക് വേൾഡിൽ വെച്ച് കുട്ടികൾക്കുള്ള ഒട്ടനവധി പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ ഭാവനയെയും ചിന്തയെയും ഉത്തേജിപ്പിക്കുകയും നൈസർഗിക കഴിവുകളെ വളർത്തുകയും ചെയ്യുന്ന കലയാണ് മാജിക്. മാജിക് രംഗത്തെ ഒരു പുത്തൻ പരീക്ഷണമാണ് കോഴിക്കോട്ടെ മാജിക് വേൾഡ് എന്നും ലോകത്തെ ആദ്യ മാജിക് തീം പാർക്കാണിതെന്നും മാന്ത്രികൻ പ്രദീപ് ഗുഡിനോ പറഞ്ഞു. കുരുന്നു കൈകളിലൂടെ ഒരുക്കിയ പഴമയുടെ പ്രദർശനം. പഴയഞ്ചേരി GLP സ്കൂളിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പുരാവസ്തു പ്രദർശനത്തിലാണ് ഇന്ന് അന്യം നിന്നു പോകുന്ന വസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പഴയ കാലഘട്ടത്തെക്കുറിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് എന്തറിയാമെന്ന പഴമക്കാരുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതാണ് പഴയഞ്ചേരി GLP വിദ്യാലയത്തിലെ ഒരു പറ്റം കുരുന്നുകൾ. അറിവിന്റെ ആദ്യപാഠം നുടയുന്ന സമയത്താണ് പഴമയുടെ സൗന്ദര്യത്തെ വീണ്ടും പരിചയപ്പെടുത്തുന്ന ഒരു പ്രദർശനം വിദ്യാർത്ഥികൾ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചത്. ചാരുത എന്ന പേരിൽ ഒരുക്കിയ ചിത്ര കരകൗശല ശേഖരണ പഠനോപകരണ പ്രദർശനത്തിലാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നതും ഇന്ന് അന്യം നിന്നു പോകുന്നതുമായ വസ്തുക്കൾ പ്രദർശിപ്പിച്ചത്. ഓലകൊണ്ട് നിർമ്മിച്ച ചേറ്റുകൊട്ട, കുട്ട, വട്ടി, വിശറി, തരിക, കളറിപ്പയറ്റിലെ ആയുധങ്ങൾ, മെതിയടി തുടങ്ങി വിവിധ രാജ്യത്തെ നാണയങ്ങളും ലോകത്തിലെ ഏറ്റവും ചെറിയ ഖുറാൻ വരെ പുരാവസ്തു പ്രദർശനത്തിലുണ്ട്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന്റെ ഭാഗമായി നൽകിയ ക്ലാസ് മുറി പരിശീലനത്തിൽ നിർമ്മിച്ച കരകൗശല വസ്തുക്കളും ചിത്രങ്ങളും പെയിന്റിങ്ങുകളും പ്രദർശനത്തെ മാറ്റുകൂട്ടുന്നു. വെറും പുസ്തക പുഴുക്കൾ മാത്രമാകാതെ വിദ്യാർത്ഥികൾ അവരുടെ സംസ്കാരത്തെയും പഴമയെയും ഓർമ്മപ്പെടുത്തുക എന്നതാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യമെന്ന് സ്കൂൾ പ്രധാനാധ്യാപിക K. വിജയലക്ഷ്മി പറയുന്നു. കുട്ടികൾക്ക് പഴമയെക്കുറിച്ചും നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചും അറിവ് നൽകുന്ന ഒട്ടേറെ
വസ്തുക്കൾ അവർ ശേഖരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടികൾ വെറും പുസ്തകപ്പുഴുക്കളാകാതെ കണ്ടറിഞ്ഞ് നമ്മുടെ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ ഈ പ്രദർശനം സഹായകമാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സ്കൂളിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രദർശനത്തിന്റെ ഉദ്ഘാടനം SSA ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ ശിവരാജൻ നിർവഹിച്ചു. കല്ലായിപ്പുഴ സംരക്ഷണ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കല്ലായിപ്പുഴ കോഴിക്കോട് നഗരത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒളിമങ്ങാത്ത സ്വത്താണെന്നും അതിനു കാവലായി തങ്ങളുണ്ടെന്നും ജനകീയ കൺവെൻഷൻ പ്രഖ്യാപിച്ചു. കല്ലായിപ്പുഴ കോഴിക്കോട് നഗരത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒളിമങ്ങാത്ത സ്വത്താണെന്നും അതിന് കാവലായി ഞങ്ങളുണ്ടെന്നും പ്രഖ്യാപിച്ച് കല്ലായിയിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഭാഗമായി സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളിലെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടി പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഉയർത്തി മാതൃകയായ പ്രവർത്തനത്തിന് കല്ലായിപ്പുഴ സംരക്ഷണ കമ്മിറ്റി നേതൃത്വം നൽകാൻ കൺവെൻഷൻ തീരുമാനിച്ചു. പ്രമുഖ തൊഴിലാളി യൂണിയൻ സംഘാടകൻ PT രാജൻ ഉദ്ഘാടനം ചെയ്തു. സംരക്ഷണ കമ്മിറ്റി പ്രസിഡന്റ് T ദേവി അധ്യക്ഷം വഹിച്ചു. കോഴിക്കോട് മണ്ഡലം സ്ഥാനാർത്ഥി A വിജയരാഘവൻ കൺവെൻഷനിലെത്തിയത് ശ്രദ്ധേയമായി. A പ്രദീപ് കുമാർ MLAയും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചെത്തി. കല്ലായിപ്പുഴയും അനുബന്ധ കനാലുകളും തോടുകളും ആഴം കൂട്ടി സംരക്ഷിക്കുക, കല്ലായിയിൽ പുലിമുട്ട് നിർമ്മിക്കുക, നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്ന വിധത്തിൽ കല്ലായിപ്പുഴയുടെ തെക്ക് ഭാഗത്ത് പുഴയോര റോഡ് നിർമ്മിക്കുക എന്നീ നിർദ്ദേശങ്ങളാണ് കൺവെൻഷൻ സർക്കാർ മുൻപാകെ സമർപ്പിച്ചത്. കുന്നത്ത് ഗോപാലകൃഷ്ണൻ, AT അബ്ദുള്ളക്കോയ, ഇസഹാക്ക്, കൃഷ്ണദാസ്, TV കുഞ്ഞായൻ കോയ, രഘു എന്നിവർ സംസാരിച്ചു. മാതാ അമൃതാനന്ദമയിക്കെതിരെ നടക്കുന്ന കുപ്രചരണങ്ങൾക്കെതിരെ അഖില കേരള ധീവരസഭ നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി പ്രതിഷേധ കൂട്ടായ്മ നടത്തി. മാനാഞ്ചിറ കിഡ്സ് ആൻഡ് കോർണർ പരിസരത്ത് നടന്ന കൂട്ടായ്മ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. മാതാമൃതാനന്ദമയിക്കെതിരെ സ്വഭാവദൂഷ്യം ആരോപിച്ചും ആശ്രമത്തെ അപകീർത്തിപ്പെടുത്തിയും പ്രചരണം നടത്തുന്ന സ്വകാര്യ ചാനലിന്റെ അംഗീകാരം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് അഖില കേരള ധീവരസഭ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീരദേശ ഹർത്താൽ നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമെന്ന നിലയ്ക്കാണ് കോഴിക്കോട് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഡ്സ് ആൻഡ് കോർണറിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. മാനാഞ്ചിറ കിഡ്സ് ആൻഡ് കോർണറിൽ നടന്ന കൂട്ടായ്മ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. യുവജനത സംസ്ഥാന പ്രസിഡന്റ് സുനിൽ മടപ്പള്ളി അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. SNDP യോഗം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി AP മുരളീധരൻ മാസ്റ്റർ, BJP ദേശീയ നിർവാഹക സമിതി അംഗം K പത്മനാഭൻ, KC അബു, മനേത്ത് ചന്ദ്രൻ, P രാമൻ, ശ്രീധരൻ കിഴക്കേ പറമ്പിൽ, B സുധാകരൻ, ഡോക്ടർ പ്രിയദർശൻ ലാൽ എന്നിവർ കൂട്ടായ്മയിൽ സംബന്ധിച്ചു. ഇനി ഉത്സവ വാർത്തകൾ. മാറാട് പൊന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലെ തിറ താലപ്പൊലി മഹോത്സവം ഭക്തിയാദരപൂർവ്വം നടന്നു. പുലർച്ചെ ഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിച്ചു. പ്രത്യേക പൂജകൾ, കലശം വരവ്, വെള്ളാട്ട്, തിറകൾ, താലപ്പൊലി, അമൃതഭോജനം എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രോത്സവത്തിൽ സംബന്ധിക്കാൻ നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കോഴിക്കോട് മാങ്കാവ് ശ്മശാനം മുതൽ മേത്തോട്ട് താഴം വരെയുള്ള റോഡ് വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കുന്നവരെ പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷൻസ് കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 3-നായിരിക്കും മാർച്ചും ധർണയും. സമരപ്രഖ്യാപന കൺവെൻഷൻ മാർച്ച് 30-ന് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടാലന്റ് ഇന്റർനാഷണൽ ഹ്യൂമൻ എക്സലൻസ് ട്രെയിനിംഗ് സെന്റർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം സാമൂതിരി PKS രാജ നിർവഹിക്കും. ഞായറാഴ്ച രാവിലെ 10-ന് കോഴിക്കോട് കണ്ടക്കുളം ജൂബിലി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ സൗജന്യ പ്രൊഫഷണൽ ട്രെയിനിംഗും ഉൾപ്പെടുത്തിയിരിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയാവുന്നതോടെ എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായിരിക്കുമെന്നും വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും K മുരളീധരൻ MLA. സാമുദായിക നേതാക്കന്മാരോട് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസിന്റെ നയമല്ലെന്നും മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാൻ INL സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം. സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള മുൻ തീരുമാനത്തിൽ നിന്നും പിന്മാറിയതായും INL. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 7 മണ്ഡലങ്ങളിൽ മത്സരിക്കും. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material.